നീ അറിഞ്ഞത് കഥയിലെ ഒരു ഭാഗം മാത്രം. യമുന പറഞ്ഞതൊക്കെ കള്ളമാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. യമുന കള്ളം പറയില്ല. ജലവും വായുവും ഇല്ലാതെ ലോകമില്ലെന്നല്ലേ പറയാറുള്ളത്. എൻ്റെ ജീവിതത്തിൻ്റെ അസ്തിത്വം സംഗീതവും യമുനയും ഇല്ലാതെ അർത്ഥവത്താവില്ല. ഇന്നെനിക്ക് സംഗീതവുമില്ല, യമുനയുമില്ല. സംഗീതം എന്നത് എൻ്റെ പ്രാണവായുവായിരുന്നു. ഇത് ശാസ്ത്രീയം, ഇത് നാടൻ, ഇത് വെസ്റ്റേൺ എന്നൊക്കെ തരംതിരിച്ച് സംഗീതത്തെ ഞാൻ കണ്ടിട്ടേയില്ല. ഈ സംഗീതം ഇങ്ങനെ ആലപിക്കാവൂ, ആ വാദ്യോപകരണം അങ്ങനെ ഉപയോഗിക്കാവൂ എന്നുള്ള വിധികളെയൊക്കെ നിഷേധിച്ച് ഒരു മിശ്ര സംഗീത സമീപനമായിരുന്നു എൻ്റേത്. സംഗീതത്തിൽ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ യമുനയും നൃത്തത്തിൽ പുതിയ വഴിത്താരകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പാരമ്പര്യത്തെ മറികടന്ന് ആത്മാവിഷ്കാരത്തിന് പുതിയ മാർഗങ്ങൾ അവലംബിച്ചിരുന്നു ഞങ്ങൾ. കലയിലെ പുതിയ ഈ സമീപനമായിരുന്നു ഞങ്ങളെ മാനസികമായി കൂടുതൽ അടുപ്പിച്ചത്. ഓ, സുഖമായിരിക്കുന്നു. ഓക്കെ. ഹായ് വിക്രം, എന്താ ഈ സമയത്ത് സർപ്രൈസ് വിസിറ്റ്? ജസ്റ്റ് 2 minutes, ഐ വിൽ ബി ബാക്ക്. ആ, ശരി ശരി. നാളെ നിന്റെ പിറന്നാളല്ലേ? ഓ വിക്രം, യു ആർ ഗ്രേറ്റ്. എനിഹൗ, താങ്ക് യു. എത്ര ദിവസം എൻ്റെ വിരലെ പിടിച്ച് മണിക്കൂർ കണക്കിന് നടന്നിട്ടുണ്ട്, എന്നിട്ടും എൻ്റെ അളവ് അറിയില്ലല്ലോ. അതെന്താ, ഞാൻ പൊണ്ണത്തടിച്ചോന്ന് വിചാരിച്ചോ? ഒരു സെക്കൻഡേ. ഹലോ, യമുനയാ സംസാരിക്കുന്നത്. അമ്മ എങ്ങനെ ഇരിക്കുന്നു? ഇല്ല, ഇവിടെ കുറച്ച് ജോലിയുണ്ട്. ഇല്ല. ഓക്കെ, അങ്ങോട്ട് വിളിക്കാം ഞാൻ. ആരാ? അച്ഛനാ. ഹേയ്, അതിനെന്താ ഇത്ര ടെൻഷൻ? ഡൽഹിയിൽ 6 വർഷത്തിന് മുമ്പ് ഡാൻസ് ക്ലാസ്സിന് പോകുമായിരുന്നു. അരങ്ങേറ്റത്തിന് വേണ്ടി ഒരു വലിയ ഡാൻസ് ഡ്രാമ പ്രാക്ടീസ് ചെയ്തു വന്നു. ഒരു ദിവസം ലേറ്റായി. ഒരുപാടൊന്നുമില്ല, ഒരു 10-10:30. വീട്ടിൽ ചെന്ന് കതകിന് തട്ടിയപ്പോൾ വീടും പൂട്ടി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു. വിളിച്ച് തൊണ്ട കയറി. വേണമെന്ന് വെച്ചിട്ടാണെന്ന് പിന്നെ മനസ്സിലായത്. അപ്പുറത്തുണ്ടായിരുന്ന ഒരു പൂച്ചട്ടി എടുത്ത് ജനലിൽ നോക്കി ഒരൊറ്റ ഏറെറിഞ്ഞു. അപ്പോഴാ അച്ഛൻ കാര്യത്തിന്റെ ഗൗരവം അറിഞ്ഞത്. അച്ഛൻ തുറിച്ച കണ്ണുമായിട്ട് എണീറ്റ് വന്നു. അപ്പോഴും കതക് തുറന്നില്ല. ഇത് വീട്, സത്രമല്ല. പെൺകുട്ടികൾ നേരത്തെ വീട്ടിൽ വരേണ്ടവരാ. നിയമം പറയാ. അതെന്ത് ന്യായമാ? ആൺപിള്ളേർക്ക് ഊര് ചുറ്റി നടക്കാ, പെണ്ണാണെങ്കിൽ അടങ്ങി കിടക്കണമെന്നാണോ? സോറി പറഞ്ഞു ഞാൻ. വീണ്ടും എന്നെ തുറിച്ചു നോക്കിയിട്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അകത്തുപോയി. എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഒരു ദിവസം ഇറങ്ങി. മെഡ്രാസ്, കലാക്ഷേത്ര, ഡാൻസ്, എല്ലാത്തിനും മേലെ എൻ്റെ വിക്രം. അങ്ങനെ സെറ്റിലായി. എപ്പോഴെങ്കിലും ഒരിക്കൽ രാത്രിയിൽ അച്ഛൻ്റെ അടുത്ത് ഇതുപോലെ ഫോൺ വരും. അച്ഛന് നെഞ്ചുവേദന, ആ വേദന, ഈ വേദന. ഞാൻ ഇനി പോവില്ല. അപ്പം നീ ചെയ്തത് ശരിയാണെങ്കിലും ഇപ്പം അവർക്ക് അതിനെക്കുറിച്ച് അറിയാമല്ലോ. ആ സ്ഥിതിക്ക് നീ അവരെ... വിക്രം പ്ലീസ്, വേണ്ട.
അതിനെപ്പറ്റി സംസാരിക്കണ്ട. ഇപ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം. ഐ എം വെരി ഹാപ്പി. ലെറ്റ് മീ എൻജോയ് ഇറ്റ്. ഏയ് വിക്രം, നാളെ ഞാൻ എൻ്റെ ട്രൂപ്പിൻ്റെ കൂടെ ഗോവയ്ക്ക് പോവുക. ഐ ഹോപ്പ് ഐ വിൽ ഡു മൈ ബെസ്റ്റ് ദെയർ. ഹേയ്, മലേഷ്യയിൽ ഞാൻ വിക്രമിൻ്റെ കമ്പോസിഷനാണ് ഡാൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോഴേക്കും അത് റെഡിയാവുമായിരിക്കും അല്ലേ? വാട്ട് അബൌട്ട് ഡിന്നർ? എനിക്ക് പാല് മാത്രം മതി. വിക്രമിന് വേണമെങ്കിൽ സാൻഡ്വിച്ച് എടുക്കാം. ഇറ്റ്സ് ഓൾ റൈറ്റ്, ഐ വിൽ ടേക്ക് കെയർ. ഓക്കേ. വിക്രം, ഒരാഴ്ചക്കുള്ളിൽ ഞാൻ തിരിച്ചു വരും.